ജെഡി സാറേ, ഞാനിങ്ങനെ ഓർക്ക് ചെയ്യുന്നു കേട്ടോ, നമുക്ക് ഇപ്പോഴും മക്കള് സ്കൂളിനകത്തുള്ള ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിക്കും. കാരണം എല്ലാ കുട്ടികളെ സംബന്ധിച്ചുള്ള ഇപ്പൊ 5, 6, 7 ക്ലാസ്സിലൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാല് എല്ലാവരും ബിസിയാണ്, പല അയൽക്ക് തിരക്കാണ്. ഒന്ന് സബ് ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല ഫെയറുകൾ നടക്കുന്നുണ്ട്, എക്സിബിഷനുകളായിട്ടും, അതുപോലെ ട്രിപ്പിന്റെ ഒക്കെ ടൈമാണ് ഇപ്പോൾ എല്ലാ സ്കൂളും. പിന്നെ ഒരുപാട് സ്കൂളിനകത്ത് SSLCയുടെ ഭാഗമായിട്ടൊക്കെ ടീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ കുട്ടികളൊക്കെ തന്നെ ട്രിപ്പിനൊക്കെ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ പലപ്പോഴും ഈ ക്ലാസ്സുകളൊക്കെ തന്നെ ശരിക്കും കൃത്യമായിട്ട് കിട്ടാത്തൊരു ബാച്ചാണ് ശരിക്കും 5, 6, 7 ഉള്ള കുട്ടികൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവരെ സിലബസ് കംപ്ലീറ്റ് ആവാത്തൊരു വിഷയം. അതെ, കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം പ്രത്യേകിച്ച് 7ാം ക്ലാസ്സിലെ മക്കളൊക്കെ ആണെങ്കിൽ USS എക്സാം എഴുതാൻ പോകുന്ന പ്രധാനപ്പെട്ടാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ലല്ലോ, ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ടൈമല്ലേ. കാരണം കഴിഞ്ഞ വർഷമൊക്കെ തന്നെ 8ാം ക്ലാസ്സിനകത്ത് സാറ് രീതിയിൽ പിന്നെ തോറ്റു പോകുന്ന ഒരു വിഷയമുണ്ട്. എല്ലാ പ്രാവശ്യവും പോലെ ഓട്ടോമാറ്റിക് പാസ്സാണ് സിസ്റ്റം 8ാം ക്ലാസ്സിൽ നിർത്തിയിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷത്തോളം ആൾക്കാരാണെന്ന് തോന്നുന്നു അല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ എന്ത് ചെയ്യുന്നത് തോറ്റിട്ടുള്ളത്. മക്കൾ കേട്ടിട്ടുണ്ടാവും, 2.5 ലക്ഷത്തോളം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സാമിന് ഹിന്ദിയിൽ തോറ്റിട്ടുണ്ടായിരുന്നു. അല്ല സാറേ, അത് 8ാം ക്ലാസ്സിലല്ലേ, ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം. ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലാംഗ്വേജ് അല്ല, എല്ലാ സബ്ജക്റ്റുകളും ഈ 5, 6, 7 ക്ലാസ്സുകളിലല്ലേ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. കാരണം പലപ്പോഴും നമ്മളൊരു 10ാം ക്ലാസ്സിലൊക്കെ എത്തുന്ന കുട്ടിക്ക് ചെറിയ ക്ലാസ്സിനകത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കുട്ടീൻ്റെ എത്തുന്നില്ല, ബേസ് ഫൗണ്ടേഷൻ മിസ്സാവുന്ന ഒരു വിഷയം. നമ്മുടെ ചെറിയ ക്ലാസ്സിനെ ഫൗണ്ടേഷൻ റെഡി ആയിട്ട് വലിയ ക്ലാസ്സിൽ എത്തുന്ന സമയത്താണ് അവിടെ പ്രശ്നം വരുന്നത്. എന്താ വെച്ചാൽ പാരന്റ്സ് ഇതിനെ കുറിച്ച് അറിയാം, പക്ഷെ എന്താ പറയുക, ഇതിന്റെ പ്രശ്നം പല നാട്ടിലും ഈ ഓഫ്ലൈൻ സെന്ററുകൾക്കൊന്നും ട്യൂഷൻ പരിപാടിയൊന്നും ഈ ചെറിയ ക്ലാസ്സുകൾക്കില്ല. എല്ലാവരും തന്നെ മെയിനായിട്ടും ഒന്നുകിൽ 9th അല്ലെങ്കിൽ 10th ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ചെറിയ മക്കൾക്കാണ് എന്ത് ചെയ്യുന്നത്, അനുഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ക്രിസ്മസിലേക്ക് എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കാൻ പറ്റുമോ? നമ്മുടെ സൈലത്തിന്റെ കുട്ടികൾക്ക് നല്ലൊരു മികച്ച ഒരു മെഗാ ഗിഫ്റ്റ് തന്നെ, ഒരു സമ്മാനം പോലെ, ക്രിസ്മസിന് സമ്മാനം പോലെ നമ്മളെ സൈലം ഒരു ഓഫർ കൊടുക്കൂ. യെസ്, എല്ലാവർക്കും ഉറപ്പാണ്. അതെന്താ സംഭവം? ആക്ച്വലി നമ്മുടെ ബാച്ചിൽ ഇനി മുതൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് 30% ഓഫറിലാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് ഇനി ജോയിൻ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും 30% എന്ത് ചെയ്യും, ഓഫർ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, ഇനി ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ മുൻപുള്ള ക്ലാസ്സുകൾ കിട്ടും. ഫുൾ ക്ലാസ്സുകളും ഓൾറെഡി അതിലുണ്ടായിരിക്കും. ഇനി വേറൊരു സാധനം എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇനി റിവിഷൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ റിവിഷൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ആ റിവിഷൻ ബാച്ചും കിട്ടാൻ പോകും. എൻഡ് ഗെയിം എന്ന് പറഞ്ഞിട്ട് റിവിഷൻ. അങ്ങനെ 2-3 ചോദിക്കാണ്ട് ഇവർക്ക് വേണ്ട നോട്ട്, കാരണം സ്കൂളിൽ നിന്നൊക്കെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ അവർക്ക് നോട്ട് വേണം. ആ നോട്ട് ഉണ്ടാവുമോ? കംപ്ലീറ്റ് നോട്ട്സും അവർക്ക് അവൈലബിൾ ആണ്. പിന്നെ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ വേണം. കാരണം ഇവർക്ക് എല്ലാ എക്സാമിന് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് വേണം. അതാണ് മെയിൻ വേണ്ടത്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് വൈസ് എക്സാമുകളുണ്ട്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാം നമ്മൾ മോഡൽ എക്സാം നടത്തും. അതിന്റെ ആൻസർ കീ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഏത് രൂപത്തിലാണോ നടത്താൻ ഉദ്ദേശിക്കുന്ന പാറ്റേൺ ഇല്ലേ, ആ സെയിം പാറ്റേണിലായിരിക്കും നമ്മൾ എക്സാം എടുക്കുക. അതായത് ഇവർക്ക് വേണ്ട എല്ലാ സംഭവവും നമ്മുടെ ബാച്ചിലുണ്ട്. പിന്നെ വേറൊരു മെയിൻ സാധനം ചോദിക്കാനുള്ളത്, കാരണം ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരികയാണ്, പല ആൾക്കാരും ചിലപ്പോൾ ടൂർ പോകാനും ഒക്കെ തന്നെ ഒരു വീട്ടുകാരൊക്കെ തന്നെ ഫണ്ടൊക്കെ പലപ്പോഴും മാറ്റി വെക്കും. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണോ കൊടുക്കുന്നത്? യെസ്, വളരെ സിമ്പിൾ ആയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനാണ് സൈലത്തിന്റെ ബാച്ചുകൾ ഉള്ളത്. അതിലും ഇപ്പൊ 30% ഓഫർ ഉണ്ട്. എന്റെ മക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, വളരെ കുറഞ്ഞ, അതായത് എല്ലാ ആൾക്കാർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന റേറ്റിനകത്താണ് എന്ത് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സൈലം ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത് ശരിക്കും ഒരു വലിയൊരു അവസരമാണ്. പാരന്റ്സിന് പറ്റുകയാണെങ്കിൽ കുട്ടിയെ കൊടുക്കാൻ പറ്റുന്ന, ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് കൂടിയാണ് നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ മക്കളെ എല്ലാ ആൾക്കാരും താഴെ കാണുന്ന നമ്പർ 9954008000 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പൊ തന്നെ ആ ഒരു 30% ഓഫർ കരസ്ഥമാക്കുക. അല്ലെങ്കിൽ നമ്മുടെ മെഗാ 30 എന്നുള്ളൊരു കൂപ്പൺ കോഡ് ഉണ്ട്. ഈ കൂപ്പൺ കോഡ് നമ്മുടെ ആപ്പിൽ ഡൗൺലോഡ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാലും ഈ ഒരു ഓഫർ കിട്ടും. അങ്ങനെയും അവർക്ക് എന്താക്കാം, ജോയിൻ ചെയ്യാം. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കുക. ഈ ക്രിസ്മസ് എക്സാമിനും അതേപോലെ ആനുവൽ എക്സാമിനും ഫുൾ മാർക്ക് നമ്മൾ വാങ്ങണം. ഭാവിയിലെ വലിയ വലിയ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും അങ്ങനെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എത്തേണ്ട മക്കളാണ് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ബാച്ചിലൂടെ നൽകുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്.